ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദികൾക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. യൂറോപ്പിലെങ്ങും ക്രിസ്തുമതം അതിൻ്റെ എല്ലാ പ്രഭാവങ്ങളോടും കൂടി ഉന്നതമായി നിലകൊണ്ട 14-15 നൂറ്റാണ്ടുകളിൽ മതവ്യാപനത്തോടൊപ്പം കോളനി വിപുലീകരണവും മുന്നിൽ കണ്ട് കടലിനക്കരെയുള്ള കാണാമിടങ്ങളിലേക്ക് തങ്ങളുടെ നാവികപ്പടകളെ അയക്കാൻ യൂറോപ്പിലെ രാജ്യങ്ങൾ ഔത്സുക്യം കാട്ടി. 1497 കുറച്ച് ക്രിസ്ത്യൻ പാദ്രിമാർക്കൊപ്പം പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്ന് ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി കിഴക്കൻ തീരത്തേക്ക് ഒരു പുതിയ കടൽപാത വെട്ടിത്തുറന്ന് പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ 1498 കോഴിക്കോട്ട് കപ്പലിറങ്ങി. ഗബ്രിയൽ എന്നായിരുന്നു വാസ്കോ ഡ ഗാമയും സംഘവും സഞ്ചരിച്ച കപ്പലിന്റെ പേര്. ഗാമ കോഴിക്കോട് കപ്പലിറങ്ങുമ്പോൾ അവർ ഏതാണ്ട് 13,000 നാഴിക ദൂരം പിന്നിട്ടിരുന്നു. ഗാമയുടെ പാത പിന്തുടർന്നുകൊണ്ട് പെഡ്രോ അൽവാരിസ് കബ്രാലിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ പോർച്ചുഗീസ് കപ്പൽ 1500 ഡിസംബർ 24 കൊച്ചിയിൽ കപ്പലിറങ്ങി. ഒപ്പം 9 പുരോഹിതന്മാരും 8 ഫ്രാൻസിസ്കൻ സന്യാസിമാരും കൊച്ചിയുടെ മണ്ണിൽ കാലുകുത്തി. അന്ന് കൊച്ചി ഭരിച്ചിരുന്നത് ഗോദവർമ്മ ഒന്നാമനായിരുന്നു. ഗോദവർമ്മ രാജാവ് പോർച്ചുഗീസ് നാവികരെ ഊഷ്മളമായി സ്വീകരിച്ചു. തന്റെ രാജ്യത്ത് പ്രവർത്തിക്കുന്നതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഗോദവർമ്മ വാഗ്ദാനം ചെയ്തു. ഈ സമയം തന്നെ പുരോഹിതർ തങ്ങളുടെ സുവിശേഷ വൃത്തി തുടങ്ങുകയും ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ആയിരത്തി 1503 പോർച്ചുഗലിൽ നിന്ന് ഫ്രാൻസിസ്കോ ഡി അൽബുക്കർക്ക് കൊച്ചിയിലെത്തി. ഈ സമയം കൊച്ചി രാജ്യവും സാമൂതിരിയും തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ട വേളയായിരുന്നു. അൽബുക്കർക്കിന്റെ നേതൃത്വത്തിൽ സാമൂതിരിയെ പരാജയപ്പെടുത്തുകയും വൈപ്പിൻ ദ്വീപിലേക്ക് പലായനം ചെയ്ത ഗോദവർമ്മയെ തിരിച്ചെത്തിക്കുകയും ചെയ്തു. ഈ നന്ദിയും കടപ്പാടും പ്രകടിപ്പിക്കുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു കോട്ടയും ഒരു പള്ളിയും നിർമ്മിക്കാനുള്ള അവകാശം ഗോദവർമ്മ നൽകി. സ്വർഗത്തിനോ സ്വർഗാതിസ്വർഗത്തിനു പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയുവാൻ ആർക്കു കഴിയും? സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാൻ ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയുവാൻ ഞാൻ ആരാണ്? 1505 ആദ്യ പോർച്ചുഗീസ് വൈസ്രോയായ ഫ്രാൻസിസ്കോ ഡി അൽമേഡ കൊച്ചിയിലെത്തി. ചുണ്ണാമ്പും ചാന്തും കല്ലും ഉപയോഗിച്ച് കെട്ടിടം ഉയർത്തുകയെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ദൗത്യം. അത് സമീപവാസികളുടെ എതിർപ്പിന് കാരണമായി. കൊട്ടാരമോ അമ്പലമോ അല്ലാതെ അത്തരമൊരു കെട്ടിടത്തിന് നാട്ടുകാർ താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല. എങ്കിലും രാജാവിന്റെ പ്രത്യേക അനുവാദം നേടിയ അൽമേഡ പള്ളി നിർമ്മാണവുമായി മുന്നോട്ടുപോയി. 12ലധികം തവണ സെന്റ് ഫ്രാൻസിസും സംഘവും കൊച്ചി സന്ദർശിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ സന്ദർശന വേളയിൽ പോർച്ചുഗീസ് സന്യാസിമാർ നിർമ്മിച്ച സെന്റ് ആന്റണീസ് ചർച്ചായിരുന്നു താവളമാക്കിയിരുന്നത്. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കിയിട്ടുള്ളതും ഈ പള്ളിയിൽ തന്നെയാണ്. മഹത്തായ ശക്തി അവിടത്തേക്ക് അധീനമാണ്. അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും? ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്നു വീഴുന്ന ഹിമകടം പോലെയുമാണ്. 1663 ഡച്ചുകാരുടെ പടയോട്ടം കൊച്ചിയെയും കൈപ്പിടിയിലൊതുക്കി.
എല്ലാ കത്തോലിക്ക സ്ഥാപനങ്ങളും അവർ അടിച്ചു തകർത്തു. സാന്താക്രൂസ് പള്ളി ആയുധങ്ങളും വെടിമരുന്നും സൂക്ഷിക്കാനുള്ള സൂക്ഷിപ്പ് സ്ഥലമാക്കി. എന്നാൽ 1795 ബ്രിട്ടീഷ് പട്ടാളം ഡച്ചുകാരെ കീഴടക്കിയപ്പോൾ അവർ സാന്താക്രൂസ് പള്ളി തല്ലിത്തകർത്തു. 1838 മുതലുള്ള കൊച്ചി രൂപതയുടെ ഇരുണ്ട യുഗത്തിന് ശേഷം 1887 മുതൽ സാന്താക്രൂസ് പള്ളി പുനർനിർമ്മിക്കാനുള്ള യത്നങ്ങൾ ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ തകർത്തു കളഞ്ഞ സാന്താക്രൂസ് കത്തീഡ്രൽ ദേവാലയം പുതുക്കി പണിയുവാനായിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തത് 1887 കൊച്ചിയുടെ മെത്രാനായി വന്ന ദോം ജോൺ ഗോമസ് ഫെരൈര എന്ന മെത്രാനായിരുന്നു. ദേവാലയം പുതുക്കിപ്പണിയുവാനായിട്ട് അതിന് ധനസഹായത്തിന് വേണ്ടിയിട്ട് യൂറോപ്പിലേക്ക് യാത്രയാവുകയും സാമ്പത്തിക സഹായം തേടിപ്പോയ സന്ദർഭത്തിൽ നിർഭാഗ്യവശാൽ പുതുക്കി പണിതുകൊണ്ടിരുന്ന ഈ കത്തീഡ്രൽ ദേവാലയം തകർന്നു വീണ ഒരു ദുഃഖവാർത്തയാണ് അദ്ദേഹത്തിന് കേൾക്കുവാൻ സാധിച്ചത്. അതോടുകൂടെ ഹൃദയാഘാതത്തെ തുടർന്ന് ഈ മെത്രാൻ മരിക്കുകയുണ്ടായി.